RJD ലീഡ് വർദ്ധിപ്പിക്കുന്നു 75ലേക്ക്. RJD ലീഡ് ഉയർത്തുന്നു 75ലേക്ക്. അതായത് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ, അതെ, കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളിലേക്ക് RJD കമോണ്ടാ മോനെ എന്ന് തേജസ്വി യാദവിനോട് പറയുന്നു. പക്ഷേ രാഹുലിനോട് പറഞ്ഞിട്ടും രാഹുലിന്റെ കോൺഗ്രസിന് ആ രീതിയിലേക്ക് കോൺഗ്രസിനെ തട്ടി ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യത്തെ ഒന്നിൽ നിന്ന് മാറ്റമുണ്ട്, 6ലേക്ക് എത്തി. ഇത് തേജസ്വിയുടെ ഒറ്റയാൾ പോരാട്ടമാണ്. 62 ഇടങ്ങളിൽ മത്സരിച്ച കോൺഗ്രസ് ആ സീറ്റുകൾ പാഴാക്കിയോ എന്നൊരു ചോദ്യം. ആ സീറ്റുകൾ JDUവിന് കൊടുത്തിരുന്നെങ്കിൽ ഈ ഫലം മറ്റൊന്നാകുമായിരുന്നു. അപ്പുറത്ത് കോൺഗ്രസിനെ പോലെ LJP ഉള്ളതും ഒരു അനുഗ്രഹമാണ്. അതെ, NDA ക്യാമ്പിൽ സ്പോയിലറായി മാറുന്നത് LJP ആണ്. വീണ്ടും പ്രേക്ഷകരെ നിങ്ങളിത് കാണുക, ഈ സ്ക്രീനിൽ നിങ്ങളിത് കാണുക. 91 ഇടങ്ങളിൽ NDA, 90 ഇടങ്ങളിൽ മഹാഗഠബന്ധൻ. തേജസ്വി എന്ന മനുഷ്യന്റെ ഒറ്റ ചുമലിലേറി ഇതാ മഹാഗഠബന്ധന്റെ ചലനം പ്രേക്ഷകർ കാണുന്നു. അങ്ങനെ ബീഹാറിൽ പാടലീപുത്രത്തിൽ 91-90 തേജസ്വി യാദവിന്റെ തിരിച്ചുവരവ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ സിനിമകളിൽ കാണുന്ന മനോഹരമായ ക്ലൈമാക്സുകൾ പോലെ 91-90 എത്ര മനോഹരമായ നമ്പർ, എത്ര മനോഹരമായ ഫൈറ്റ് ആണ് ബീഹാറിൽ നടക്കുന്നത്. തേജസ്വി യാദവ്. പക്ഷെ അപ്പോഴും പറയണം, കോൺഗ്രസ് ഒന്ന് പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ, കോൺഗ്രസ് ഒന്ന് ചലിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തേജസ്വി യാദവിന്റെ കൈ പിടിച്ച് മഹാഗഠബന്ധൻ വലിയ ആ ഭൂരിപക്ഷത്തിലേക്ക് കടന്നു കയറുമായിരുന്നു. തേജസ്വി, യു ആർ ദ മാൻ, യു ആർ ദ ഹീറോ. ഈ മത്സരത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയേക്കാം, പക്ഷേ നിങ്ങൾ പോരാടി തളർന്നു വീഴുന്ന കർണനാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് നിങ്ങൾ തെളിയിക്കുന്നു. തേജസ്വി യാദവിന്റെ കുതിപ്പാണ് നമ്മൾ കാണുന്നത്. 91 നിർണായകമായ കുതിപ്പ്. അതെ, ബിജെപിയും നിതീഷ് കുമാറിന്റെ JDUവും തേജസ്വിയുടെ മുന്നിൽ വിയർക്കുന്ന കാഴ്ച. പക്ഷെ അപ്പോഴും കോൺഗ്രസിന്റെ പിന്തുണയില്ലാത്തത് കൊണ്ട് മാത്രം മഹാഗഠബന്ധൻ ആ മാർച്ചിലേക്ക് നിലനിർത്താൻ പറ്റുന്നില്ല. ചെറുതായി മാറി തുടങ്ങി. 92-90. എന്നാലും അതെ, വലിയ പോരാട്ടം തന്നെയാണ്, ശക്തമായ പോരാട്ടമാണ്. 2-2 ചാച്ചയ്ക്കൊത്ത എതിരാളിയാണ് തേജസ്വി എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്നു. തേജസ്വിയുടെ ഒറ്റ പെർഫോമൻസിൽ മഹാഗഠബന്ധൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുന്നു. RJD 81, കോൺഗ്രസ് 8. അതായത് 10-1 മാത്രമാണ്. 81 ഇടങ്ങളിൽ RJD ലീഡ് ചെയ്യുമ്പോൾ 8 ഇടങ്ങളിലാണ് കോൺഗ്രസ് വീണ്ടും ലീഡ് മാറുന്നു. 97 മഹാഗഠബന്ധൻ 85. BJP നില മെച്ചപ്പെടുത്തുന്നു 51 സീറ്റുകളിലേക്ക്. അതേസമയം തന്നെ RJD ഇപ്പോൾ 80 കടന്നതായിരുന്നു. ആ ലീഡ് താഴേക്ക് വന്നിട്ടുണ്ടാകണം, അങ്ങനെയാണ് 85ലേക്ക് എത്തുക. അത് വലിയ പോരാട്ടം, ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അപ്പോഴും സ്ലൈറ്റ് എഡ്ജ് NDAക്കുണ്ട് എന്ന് തന്നെ പറയണം. പറയണം. ഇപ്പോൾ BJP വീണ്ടും 50 കടന്നിരിക്കുന്നു. BJP 52. അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 20 മണ്ഡലങ്ങൾ ഇക്കുറി നിർണായകമാണ്. ആ 20 മണ്ഡലങ്ങളിലും നെക്ക് ടു നെക്ക് ഫൈറ്റ് അവിടെ RJDയും BJPയും തമ്മിലുണ്ട്. എന്നാൽ കോൺഗ്രസിന് BJPക്ക് ആ ഒരു സ്ട്രൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ സാധിക്കില്ല.